ഹലോ എവ്രി വൺ. ആകാശം എന്ന കഥയുടെ 50ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. അന്ന് ആ ഓർഫണേജിൽ പോയ ദിവസം അവിടെ വച്ച് അനുപമയുടെ അമ്മയെ പരിചയപ്പെട്ടു. ആ സ്ത്രീയുടെ പേര് കനകയെന്നായിരുന്നു. ഒരു പക്ഷേ ബാലേട്ടൻ്റെ ആ പഴയ കാമുകി അതവളായിരിക്കുമോ? ഗായത്രിയുടെ മനസ്സ് പ്രകമ്പനം കൊണ്ടു. അവളുടെ ഹൃദയം അതിവേഗം മിടിക്കുവാൻ തുടങ്ങി. അതെ, അത് സത്യമാണ്. അപ്പോൾ അനുപമ ഒരു ചോദ്യചിഹ്നമായി ഗായത്രിയുടെ മുന്നിൽ തെളിഞ്ഞു. അവൾ ബാലേട്ടൻ്റെ ചോരയാണോ? അല്ല, അതൊരിക്കലും അവൻ വഴിയില്ല. അവൾ കണ്ണിലൂറിക്കൂടിയ കണ്ണീരിനെ തട്ടിത്തെറിപ്പിച്ചു. ഇനിയൊരു പക്ഷേ അവൾ ബാലേട്ടൻ്റെ മകളാണെങ്കിലോ? അതുകൊണ്ടാണോ അവളും കിരണും തമ്മിലുള്ള വിവാഹം വേണ്ടെന്ന് അയാൾ പറഞ്ഞത്? എല്ലാ ശക്തിയും ഹൃദയബലവും കുറഞ്ഞ് ഗായത്രി നിലത്തേക്കിരുന്നു. ചുമരിലേക്ക് തല ചാരി വെച്ച് അവൾ കണ്ണുകൾ അടച്ചു വച്ചു. റിസോർട്ടിൽ ചെന്ന് കിരണിനെ കണ്ട് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു ലക്ഷ്മി. അവൾക്ക് സങ്കടം തോന്നി. എത്രത്തോളം പ്രസരിപ്പും ഉത്സാഹവും നിറഞ്ഞ ആളായിരുന്നു ഏട്ടൻ. ഇപ്പോൾ ഏട്ടനാകെ മാറിയിരിക്കുന്നു. അനുപമയുമായുള്ള വിവാഹം വേണ്ടെന്ന് വച്ചതിന് ശേഷം ഏട്ടൻ ഇങ്ങനെ തന്നെയാണ്. ഇത്രയൊക്കെ സങ്കടപ്പെട്ടുകൊണ്ട് ഈ വിവാഹം പപ്പയും ഏട്ടനും വേണ്ടെന്ന് വച്ചത് എന്തിനാണ്? എത്ര ആലോചിച്ചിട്ടും അവൾക്കതുമാത്രം മനസ്സിലായില്ല. അവൾ വീട്ടിലെത്തി. സിറ്റൗട്ടിൽ നിന്നും അകത്തേക്ക് കയറി വന്നു. വീടിൻ്റെ മുൻവശത്തെ ഡോർ തുറന്നിട്ടിരിക്കുകയാണ്. മമ്മ ചിലപ്പോൾ അടയ്ക്കാൻ മറന്നതാവും. അവൾ പതുക്കെ അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. അകത്തു നിന്നും ആരോ കരയുന്ന ശബ്ദം അവൾ കേൾക്കുന്നുണ്ട്. ആദ്യം അവളത് ഫോണിൽ നിന്നാവുമെന്നാണ് കരുതിയത്. എന്നാൽ അകത്തേക്ക് നടന്നു ചെന്ന അവൾക്ക് കരയുന്നതും കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതും ഗായത്രിയാണെന്ന് മനസ്സിലായി. ലക്ഷ്മി വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചതും അകത്തു നിന്നും ഗായത്രിയുടെ ശബ്ദം അവൾ കേട്ടു. ഏട്ടാ, അന്ന് അവളെ കൊന്നു കളയണമായിരുന്നു. വെറുതെ വിട്ടത് തെറ്റായിപ്പോയി. ഇപ്പോൾ എൻ്റെ ജീവനും ജീവിതത്തിനും ഭീഷണിയായി അവൾ മാത്രമല്ല, അവളുടെ ആ നശിച്ച സന്തതിയും വന്നിരിക്കുക. ഗായത്രി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആരോടാണ് മമ്മ ഇത്രയും ദേഷ്യത്തിൽ സംസാരിക്കുന്നത്? ആരെക്കുറിച്ചാണ് അവർ പറയുന്നത്? ലക്ഷ്മി ശബ്ദമുണ്ടാക്കാതെ കാത് കൂർപ്പിച്ച് പുറത്ത് കാത്തു നിന്നു. ഗായത്രിയുടെ കരച്ചിലും പൊട്ടിത്തെറിയും വീണ്ടും തുടർന്നു. ഗായത്രി, നീയൊന്ന് സമാധാനപ്പെടൂ. ബാലൻ അന്ന് അവളുമായി അടുപ്പത്തിലാണെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഈ കുഞ്ഞ്, അവൾ ഗർഭിണിയാണെന്ന് സത്യമായും എനിക്കറിയില്ലായിരുന്നു. അതന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവളെ ഞാൻ അന്നേ തീർത്ത് കളഞ്ഞേനെ. ഭദ്രൻ്റെ ശബ്ദം മുറിയിൽ നിന്നും ഉയർന്നതും ലക്ഷ്മി ഭയത്തോടെ പിന്നോട്ട് വലിഞ്ഞു. ഇവർ സംസാരിക്കുന്നത് പപ്പയെക്കുറിച്ചാണോ? അവൾക്ക് സംശയം തോന്നി. കിരൺ അനുപമയെ വിവാഹം കഴിക്കുമോ എന്നുള്ള ഭയമല്ല ഇപ്പോൾ എൻ്റെ മനസ്സിൽ. ബാലേട്ടൻ കനകയെയും അവളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? പിന്നെ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഇവിടുത്തെ വേലക്കാരിയുടെ സ്ഥാനം പോലും പിന്നീട് എനിക്കുണ്ടാവില്ല. ഗായത്രി കരഞ്ഞു കരഞ്ഞ് തളർന്നിരുന്നു. അനിയത്തിയുടെ കണ്ണുനീർ കണ്ട ഭദ്രനും തളർന്നുപോയി. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ ഗായത്രി, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. ഭദ്രൻ അനിയത്തിയെ സമാധാനിപ്പിച്ചു. അയാൾ റൂമിന് വെളിയിലേക്ക് നടന്നു വരുന്ന ശബ്ദം കേട്ടതും ലക്ഷ്മി പിന്നിലേക്ക് മാറി ഒളിഞ്ഞു നിന്നു. ഏകദേശ കാര്യങ്ങൾ ലക്ഷ്മിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഇതിൻ്റെ പൂർണ്ണരൂപം മനസ്സിലാക്കാൻ ഉടനെ കിരണിനെ കാണാൻ തന്നെ അവൾ തീരുമാനിച്ചു. ലക്ഷ്മി ഉടനെ തന്നെ കിരണിൻ്റെ അടുത്തെത്തി. ഏട്ടാ, ശരിക്കും ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനുവിൻ്റെ അമ്മയും നമ്മുടെ പപ്പയും തമ്മിൽ എന്താണ് ബന്ധം? ലക്ഷ്മിയുടെ ചോദ്യം കേട്ട കിരൺ അല്പമൊരു വേവലാതിയോടെ അവളെ നോക്കി. ഇത്രയൊക്കെ പ്രശ്നങ്ങളിൽ താനും പപ്പയും പെട്ടുപോയിട്ടും ഇതുവരെ ലക്ഷ്മിയെ ഒന്നും അറിയിച്ചിട്ടില്ല. ഇപ്പോൾ അവൾ സ്വയം എന്തോ കണ്ടെത്തിയുള്ള വരവാണെന്ന് അവന് തോന്നി. ലച്ചു, മോളിവിടെ വന്നേ, ഏട്ടൻ്റെ അടുത്തിരിക്കി. അവൻ അവളെ അടുത്തുള്ള സോഫയിലിരുത്തി. ഏട്ടാ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയോ? ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതെനിക്കറിയാം. പക്ഷേ അതെന്താണെന്ന് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞതാ. ശരിയാ ലച്ചു, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മുടെ പപ്പ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അനുവിൻ്റെ അമ്മയെ വിവാഹം കഴിക്കാൻ തന്നെയായിരുന്നു പപ്പയുടെ ആഗ്രഹം. കിരൺ സംഭവിച്ചതെല്ലാം ലക്ഷ്മിയോടായി തുറന്നു പറഞ്ഞു. അവളുടെ കണ്ണിൽ നനവ് പടർന്നു. അവൾ കണ്ണീരോടെ കിരണിൻ്റെ ദേഹത്തേക്ക് ചാരിക്കിടന്നു. ഏട്ടാ, ഞാനിതൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നാലെ എനിക്ക് ഏട്ടനോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അവൾ കണ്ണുനീർ തുടച്ച് കിരണിൻ്റെ മുഖത്തേക്ക് നോക്കി. കിരൺ അവളെ ഉറ്റുനോക്കി നിന്നു. പാവം, എല്ലാം അറിഞ്ഞപ്പോൾ ഇവൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്.
താനൊന്ന് റിലാക്സ് ആവലച്ചു, നമുക്ക് പിന്നെ സംസാരിക്കാം. അവൻ അവളെ സമാധാനിപ്പിച്ചു. ഇല്ല ഏട്ടാ, എനിക്കിനി സമാധാനമായിട്ടിരിക്കാൻ കഴിയില്ല. ഇതെല്ലാം അയാളുടെ പ്ലാനായിരുന്നു. സഹോദരിക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ അയാൾ കനകാൻറ്റിയോട് ക്രൂരത ചെയ്യായിരുന്നു. ലക്ഷ്മി ദേഷ്യത്തോടെ കിരണിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ലച്ചു, നീ ആരെക്കുറിച്ചാ പറയുന്നത്? കിരൺ ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി. എൻ്റെ ഏട്ടാ, ഇത്ര കാലവും മമ്മ നമ്മളെയെല്ലാം ചതിക്കുകയായിരുന്നു. അവർ നമ്മോട് കാണിച്ച സ്നേഹമൊക്കെ അഭിനയിക്കുകയായിരുന്നു. നമ്മുടെ പപ്പ ഇത്രയധികം വേദനിക്കാൻ ഗായത്രി എന്ന ആ സ്ത്രീ തന്നെയായിരുന്നു കാരണക്കാരി. ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട കിരൺ സ്തബ്ധനായിപ്പോയി. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? കിരൺ അവളുടെ ഷോൾഡറിൽ പിടിച്ച് അവളെ കുലുക്കി. ഏട്ടാ, ഇതൊന്നും എൻ്റെ സങ്കല്പമല്ല. എല്ലാം ഞാനിപ്പോൾ നേരിട്ട് മനസ്സിലാക്കിയതാ. മമ്മയും ഭദ്രനങ്കളും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതാ. അത് കേട്ടതുകൊണ്ടാ ഞാനിപ്പോൾ തന്നെ ഏട്ടൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട കിരൺ എല്ലാം മനസ്സിലാക്കുകയായിരുന്നു. തന്നോടും ലക്ഷ്മിയോടും ഒരുപാട് സ്നേഹത്തോടെയായിരുന്നു മമ്മ പെരുമാറിയിരുന്നത്. അതെല്ലാം കാപട്യമായിരുന്നോ? അവന് ഏറെ സങ്കടം തോന്നി. ഇതെങ്ങനെ പപ്പയോട് പറയും? ഗായത്രി കൂടി തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് പപ്പ അറിഞ്ഞാൽ അദ്ദേഹം മാനസികമായി തകർന്നു പോവുമെന്ന് അവന് തോന്നി. അനുപമ മാസത്തിലൊരിക്കൽ നടത്തുന്ന ചെക്കപ്പിനായി ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നു. ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ ചെക്കപ്പാണ് നടക്കാൻ പോകുന്നത്. അവൾ ലാബിന് പുറത്ത് ചെയറിൽ കാത്തിരുന്നു. സിസ്റ്റർ വന്ന് വിളിച്ചതും അവൾ എഴുന്നേറ്റ് അവരുടെ കൂടെ ചെന്നു. ആലീസ് അവളോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു. അനുവിനെ ലാബിനടുത്താക്കി ആലീസ് ടൗണിൽ മറ്റാരെയോ കാണാൻ വേണ്ടി പോയി. ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് അനുപമ പുറത്തേക്കിറങ്ങി വന്നു. അനുപമ, നാളെ സൺഡേ ആണ്. മൺഡേ മോർണിംഗിൽ വന്ന് റിസൾട്ട് വാങ്ങി ഡോക്ടറെ കണ്ടുകൊള്ളൂ, സിസ്റ്റർ അവളോടായി പറഞ്ഞു. ഓക്കെ സിസ്റ്റർ, ഞാൻ തിങ്കളാഴ്ച വരാം. അത്രയും പറഞ്ഞ് അവൾ ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്കിറങ്ങി വന്നു. അനുപമ പതുക്കെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ റോഡിലേക്ക് എത്തി. മോളെ അനുപമ. പെട്ടെന്ന് തൻ്റെ അരികിൽ നിന്നും ഒരു വിളി അനുപമ കേട്ടു. അനുപമ അറിയാതെ അവളെ കാണാൻ വേണ്ടി അവൾക്കരികിലെത്തിയിരിക്കുന്നത് ആരായിരിക്കും? ആകാശം അടുത്ത പാർട്ടുമായി ഞാൻ ഉടനെ വരാം.